ഏനാദി എന്ന ഗ്രാമത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ നേതൃത്വം നൽകിയ പ്രൊഫസർ ഡി മോഹനൻ നായരുടെ 23ാമത് അനുസ്മരണം വായനശാല പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തി. കല്ലുകൊത്താം കടവ് പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി അവികസിത പ്രദേശമായ ഏനാദി എന്ന ഗ്രാമത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ നേതൃത്വം നൽകിയയാളാണ് പ്രൊഫസർ ഡി മോഹനൻ നായർ. വൈക്കം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ്, ഏനാദി ഗ്രാമവികസന സമിതി ചെയർമാൻ, ടാഗോർ വായനശാല പ്രസിഡന്റ് തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രൊഫസർ ഡി മോഹനൻ നായരുടെ 23ാമത് അനുസ്മരണം വേറിട്ടതാക്കി വായനശാല പ്രവർത്തകർ. വല്ലകം ജീവനിലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ഒരു ദിനം ചിലവിട്ടും അവർക്ക് അന്നം വിളമ്പിയുമാണ് ടാഗോർ മെമ്മോറിയൽ വായനശാലയുടെയും ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് വേറിട്ടതാക്കിയത്. ജീവനിലയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു. 23 വർഷം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരു വ്യക്തിയുടെ ഓർമ്മ, അത് നമ്മളെ എത്രമാത്രം പുതിയ കാൽവയ്പുകൾക്ക്, അതിന് പറ്റുന്ന തരത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെ നയിക്കുന്നുവെങ്കിൽ ആ വ്യക്തിത്വം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കാവുന്നതാണ്. തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഏറ്റവും പ്രസക്തമായ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ അദ്ദേഹം ഉയർത്തിയ നിലപാടുകളും ഒരു നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി അദ്ദേഹം. വായനശാല പ്രസിഡന്റ് എസ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് എൻ വേണുഗോപാൽ, സെക്രട്ടറി സി ആർ ശ്രീകുമാർ, ജീവനിലയം ട്രസ്റ്റി പി ജെ ജേക്കബ്, ലൈബ്രറിയൻ ടി പി റാണി, കെ കെ പ്രഭാകരൻ, എൽ രുക്മിണി, വിജയരേഖ, സൂര്യ സുജി തുടങ്ങിയവർ പ്രസംഗിച്ചു. മോഹനൻ നായരുടെ മകൻ ഹരികൃഷ്ണൻ, മറ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. i4a ന്യൂസ്, വൈക്കം.